ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരേ തലത്തിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലീക്കായി വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം ഒരു മനസ്താപവും കൂടാതെ അബോട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് ചോദിക്കുന്നതും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ക്രിമിനൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വ്യക്തി വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളെയും ഇതേ കണ്ണോടുകൂടിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3 പേരല്ല അറിയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഇൻസൈഡ് സർക്കിളിൽ നിന്ന് നമുക്ക് ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇഷ്ടം പോലെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ പോലും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി അങ്ങനെ പോലും ഇടപെടാൻ ഒരു മടിയുമില്ലാതെ തനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പരാതിയും ഇല്ല എന്നതൊരു ന്യായമായി കോൺഗ്രസ് നേതൃത്വത്തിന് പറയേണ്ട ആവശ്യം? രാഹുലിനെ അത്രയ്ക്ക് പേടിച്ചിട്ടും അല്ല, അത് അവർ ഉത്തരം പറയേണ്ടുന്ന വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിയും ഇല്ല എന്ന് അവർ പറയുന്നത് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാതിരിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമാണ്.